എന്റെ പൊന്നളിയ ബിഗ് ബോസ് കാണിച്ചത് കൊടും ചതിയാന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയസ് റോക്കസ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചുള്ള കാര്യം, ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ സംഭവിച്ചിട്ടില്ല. ബിഗ് ബോസ് വീട്ടിൽ ആദ്യമായിട്ട് 3 പേര് ഒരുമിച്ച് ഒരേ സമയത്ത് ക്യാപ്റ്റൻ ആയേക്കുവാണ്. നമ്മുടെ അക്ബർ, നെവിൻ, ആര്യൻ എന്നീ 3 പേരും ഒരേ സമയത്ത് ക്യാപ്റ്റനായെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്. അപ്പോഴേക്ക് ഇവരെല്ലാവരും കൂടെ തുള്ളിച്ചാടി കുതിച്ച് എന്താ പറയുക, അട്ടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അർമാദിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ ബിഗ് ബോസ് അതിനിടയ്ക്ക് ഒരു അനൗൺസ്മെന്റ് ചെയ്തു, 1 മിനിറ്റ് നിൽക്കുക, എല്ലാം ഞാൻ പറഞ്ഞ് അവസാനിച്ചിട്ടില്ല. അങ്ങനെ അവർ മൂഞ്ചിക്കുത്തി അവസ്ഥയിൽ അങ്ങനെ നിൽക്കുന്നു. എന്താണ് ബിഗ് ബോസ് ഇനി പറയാൻ പോകുന്നേ എന്ന് ടെൻഷനോടെ. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ 3 പേരും ഒരേ സമയത്ത് ക്യാപ്റ്റനാണ്, പക്ഷേ നിങ്ങൾക്ക് നോമിനേഷൻ മുക്തി എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞു. അള്ളാണമുത്ത സത്യം പറയാലോ, ബാക്കിയുള്ള എല്ലാവരും കൂടെ അർമാദിച്ച് ഇവരെ നാണം കെടുത്തി തൊലിച്ചു കളഞ്ഞു തന്നെ പറയാം. ഇവര് അത്ര നേരം ഇവര് അർമാദിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റ് ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലാന്ന് മനസ്സിലായപ്പോഴേക്കും ബാക്കിയുള്ള ഹൗസ് മേറ്റ്സ് എല്ലാവരും കൂടെ ചേർന്ന് ഇവരെ അടിച്ച് തകർത്തു എന്ന് തന്നെ പറയാം. എന്തായാലും എന്നിട്ടും കുഴപ്പമില്ലാണ്ട് നിവിനും ആര്യനും കൂടെ ചേർന്ന് കയറി നിന്ന് ആ ടേബിളിനോട് നിന്നിട്ട് എന്ന് കിടന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല. എന്തായാലും അനുമോൾ അതുവരെ ദേഷ്യം പിടിച്ചു. പക്ഷേ മറ്റവനൊരു നല്ലത് കിടന്നാൽ എനിക്കത് സഹിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന അനുമോള് ഇങ്ങനെ ഒരു സാധനം കേട്ടപ്പോഴേക്കും, ഇവർക്ക് നോമിനേഷൻ മുക്തി ഇല്ലാന്ന് കേട്ടപ്പോഴേക്ക് ചാടി കയറി വന്ന് എന്ന് കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ഷാനവാസ് അതേമാതിരിയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്, ഓടിച്ചാടി വന്ന് അർമാദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കട്ടെ, കമന്റ് ചെയ്യാട്ടോ. ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ 3 പേര് ഒരുമിച്ച് ക്യാപ്റ്റൻ ആയിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം വമ്പിച്ച അടി നടക്കാൻ നല്ല രീതിയിലുള്ള സാധ്യത. എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വെച്ചോ, ഇപ്പോൾ പൊതുവെ ഈ 3 പേരിലെ 3 പേർക്കും ഒരേ പവർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ബിഗ് ബോസ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നം വരുവാന്നുണ്ട്, ഇപ്പോൾ ഒരു മുട്ട അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കാണാണ്ടായിരിക്കട്ടെ, അപ്പോൾ നമ്മുടെ ഒരു ക്യാപ്റ്റനോട് അറിയിച്ചിട്ടുണ്ട് ഇന്ന പ്രശ്നം, ഞാൻ ഇന്ന മുട്ടയെടുത്ത് കുക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന പ്രശ്നം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു എന്ന് ഇരിക്കട്ടെ. ബാക്കിയുള്ള 2 ക്യാപ്റ്റൻ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? അതേ സമയത്ത് അനുമോള് ഇപ്പോൾ പ്രശ്നമുണ്ട്, ചുമ്മാ അനുമോൾ എക്സാമ്പിൾ പറയാട്ടോ. അനുമോൾ ഇപ്പോൾ പ്രശ്നത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അനുമോൾ പറയും, ഞാൻ അക്ബർ ക്യാപ്റ്റനോട് പറഞ്ഞായിരുന്നു, നിങ്ങളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പേരിൽ അവർ ചൂടാവാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ പേരിൽ അക്ബറും ഈ ക്യാപ്റ്റന്മാർ തമ്മിലൊരു അടി നടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്നാലും ബിഗ് ബോസ് ഒരു കാര്യവും കാണാതെ ഇങ്ങനെ 3 പേരെ ഒരുമിച്ച് ക്യാപ്റ്റനാക്കാൻ യാതൊരു സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വരും നിമിഷങ്ങളിൽ നോമിനേഷനിൽ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും കൊള്ളായിരുന്നില്ല ഈ സംഭവം. നമുക്ക് നോക്കാം ഇനി വരും നിമിഷങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബിഗ് ബോസിന് ലൈവ് അപ്ഡേറ്റ്സ് മറക്കാണ്ട് എത്തിച്ചേരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം മറക്കരുത്, ഇത്രയും നേരം നിങ്ങൾക്ക് തൊണ്ടയിൽ വെള്ളം പറ്റിച്ച് സംസാരിച്ചല്ലേ, ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചു അതൊക്കെ അപ്ഡേറ്റ് ചെയ്തല്ലേ, മറക്കാണ്ട് ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ.